ഹായ്, ഗുഡ് ഈവനിങ്. നമുക്കിന്ന് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ കറി ഉണ്ടാക്കിയാലോ. പൊട്ടറ്റോ കറി എന്ന് പറയുമ്പോൾ നോൺ വെജിറ്റേറിയൻസ് പരാതിപ്പെടേണ്ട. ഇതിൻ്റെ കൂടെ മുട്ട ചേർക്കുമ്പോൾ പൊട്ടറ്റോ മുട്ടക്കറി ആവും. കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും രാത്രി ഡിന്നറിനും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. എങ്ങനെയാണ് നമ്മൾ കുക്കറിൽ എളുപ്പത്തിൽ ഈ ഒരു കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു ഉരുളക്കിഴങ്ങും അതേ വലിപ്പത്തിൽ ഒരു സവോള എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ സവോള ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾ എത്ര ഉരുളക്കിഴങ്ങ് എടുക്കുന്നോ അതനുസരിച്ച് സവോള എടുക്കുക. രണ്ടിൻ്റെയും എണ്ണം ഈക്വൽ ആയിരിക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ 2 മുട്ട ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. മുട്ടയും കൂടി ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ അതുകൊണ്ടാണ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ മുട്ട എടുത്ത് വയ്ക്കാത്തത്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെയാണ്. പച്ചമുളക് ചേർക്കില്ല കേട്ടോ ഈ ഒരു റെസിപ്പിയിൽ. പച്ചമുളക് ആവശ്യമില്ല. ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം വലിപ്പമുള്ള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ചെറിയ പീസുകളാവണ്ട, ഒരുപാട് വലിയ പീസുകളാവണ്ട, മീഡിയം വലിപ്പത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് സവോളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ ചൂടാക്കി എടുക്കാം. നമ്മുടെ കുക്കർ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണം. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പൊടികളാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഞാൻ ചേർക്കുന്നുണ്ട്. പെരിഞ്ജീരകം തന്നെ ചേർക്കാം കേട്ടോ, നമ്മുടെ ഫെന്നൽ സീഡ്സ്. പെരിഞ്ജീരകം ചേർത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഭയങ്കര എരിവാണ് എൻ്റെ മുളക് പൊടിക്ക്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്ത് ഒന്ന് വഴച്ചെടുക്കുക. ഈ പൊടികൾ വഴറ്റാനും അതുപോലെ തന്നെ നമ്മുടെ സവോള വഴറ്റാനും ഒക്കെ ആവശ്യമായ വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോള ചേർത്തു. ഈ സവോള ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഒരു 2 തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയും ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ചേർക്കാം. ഈ ഉരുളക്കിഴങ്ങും ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കുക. ഓരോ പ്രാവശ്യം ഒന്ന് ചുറ്റിച്ച് ഇളക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഇതിലേക്ക് ഉരുളക്കിഴങ്ങിനൊക്കെ ആവശ്യമായ ഉപ്പ് ചേർക്കുക. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നല്ല ചൂടുവെള്ളം, ഉരുളക്കിഴങ്ങിൻ്റെ സവോളയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ ചൂടുവെള്ളം ചേർക്കുക. ഇനി ഇതൊരു 3 വിസിൽ വരുന്നത് വരെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ചെറിയ ഫ്ലെയിം ആയിരിക്കണം, 3 വിസിൽ വരുന്നത് വരെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. കംപ്ലീറ്റ് പ്രഷർ പോയിട്ട് മാത്രം നമ്മൾ കുക്കർ തുറക്കുക. ഇപ്പോൾ ഉരുളക്കിഴങ്ങും സവോളയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഗ്രേവി കൂടുതലാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട്. തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഗ്രേവി കുറുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് ഞാൻ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ മുട്ട ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ മുട്ടയിലേക്ക് ആ മസാലകളൊക്കെ ഒന്ന് പിടിച്ചു വരും. ഇനി ഒരു 5 മിനിറ്റ് ഇരുന്ന് തിളച്ച് കുറുകി വരട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഇനിയും കുറുകി വരും കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഉരുളക്കിഴങ്ങ് മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കാം. മുട്ട ഇഷ്ടമല്ല, വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് മാത്രമായിട്ട് ഈ ഒരു കറി ഉണ്ടാക്കുക. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നുപോയില്ലല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.